ഈ ബീഫ് ഫ്രൈയും പൊറോട്ടയും കഴിക്കാനായിട്ടാണ് ആളുകൾ വൈകിട്ട് ഇവിടെ തിരക്ക് കൂടുന്നതെന്നാണ് പറഞ്ഞു. തിരക്കുള്ളതിന് മുന്നേ വന്ന് നമ്മൾ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് നോക്കാൻ. കുറേ കാലം ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്തൊക്കെ വന്ന് നിന്നിട്ട് നല്ല ഒഴിഞ്ഞൊരു സ്ഥലം, കുറച്ച് നേരം ഒന്ന് ഉച്ചക്കൊന്ന് വിശ്രമിക്കുക, മാസ്ക് കഴിച്ചൊന്നും ഇങ്ങനെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്കിനി പൊറോട്ട ബീഫ് കഴിക്കാനുള്ള സമയം ഒരു 4 മണി കഴിയുമ്പോൾ. ഇപ്പോൾ നിൽക്കുന്നത് തിരൂരാണ്. തിരൂരിൻ്റെ ഒരു പരിസര പ്രദേശം, തിരൂർ മംഗലം എന്ന് പറയും, അവിടെയാണ്. മംഗലം എന്ന് പറയുമ്പോൾ കണ്ണൂർക്കാരുടെ ഒരു മംഗലുണ്ട്, അതല്ല, ഇത് മംഗലം അല്ലേ, മംഗലം. തൃശ്ശൂർ കണ്ണൂർക്കാരുടെ മംഗലമുണ്ട്, മംഗലം കൂടാൻ പോലെ. കണ്ണൂർ മംഗലത്തിൻ്റെ വീഡിയോയിലൊക്കെ ഇപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഇനി ഏത് കാലത്താണ് അങ്ങനെയൊക്കെ ഒരു മംഗലം കൂടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു കൊല്ലം മുന്നേ നല്ലൊരു കല്യാണ വീഡിയോ കിട്ടി. അപ്പോൾ ആ കല്യാണ വീഡിയോ കാണാത്തവരെ കണ്ടു നോക്കാൻ, അതിൻ്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ ഇടാം. മംഗലം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് കണ്ണൂരല്ല, തിരൂരിൽ നിന്ന് ഒരുപാട് പേര് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച ഒരു സ്ഥലം കാണാനാണ്. സ്ഥലമല്ല കേട്ടോ, ആശുപത്രിപ്പടിക്ക് ഒരു ബഷീർ ഖാൻ്റെ പൊറോട്ടയും ബീഫും കിട്ടുമെന്ന് പറഞ്ഞു. അത് കാണാനാണ്, അത് കഴിക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. ബഷീർ ഖാൻ്റെ പൊറോട്ടയും ബീഫും തിരൂര് ആശുപത്രിപ്പടി. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി, പുറത്തൂര് ആശുപത്രിപ്പടി. ഹോട്ടലിൻ്റെ പേര് ഗ്രീൻ പാർക്ക് അല്ലേ, ഗ്രീൻ സിറ്റി. ഗ്രീൻ പാർക്ക് അല്ല, ഗ്രീൻ സിറ്റി, പേര് മാറിപ്പോരുത്. ബഷീർ ഖാൻ്റെ കട എന്ന് പറഞ്ഞാൽ അറിയണ്ടാവും. അപ്പോൾ ബഷീർ ഖാൻ്റെ കട എന്നാണ് ഞാനും കേട്ടത്. അപ്പോൾ ബഷീർ ഖത്തോടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലെടുക്കാൻ തുടങ്ങിയപ്പോൾ മകൻ വന്നപ്പോൾ ആൾ പോയി. അപ്പോൾ നമുക്ക് അകത്ത് പോയി മറ്റേ പൊറോട്ടയുടെയും ബീഫിൻ്റെയും വിശേഷങ്ങളൊക്കെ നോക്കാം. പൊറോട്ടയും ബീഫും കഴിക്കാനാണല്ലോ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പൊറോട്ട അടിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ പൊറോട്ട അടിക്കുന്നത് ഇബ്രാഹിംക്കാണ്. കണ്ടോ, അങ്ങേര് നല്ല വലുതാക്കി വീശി വെക്കുന്നത്. പൊറോട്ട 84 തുടങ്ങിയാണ് പൊറോട്ട ഇടാൻ. മദ്രാസിലായിരുന്നു ആദ്യം. മദ്രാസിലോ? 12 വർഷം മദ്രാസിൽ. നാട്ടിലായിട്ട് എത്രയായി? പിന്നെ ഒരു 19 വർഷത്തോളം റിയാദിലുണ്ടായിരുന്നു, സൗദിയിൽ. ഇപ്പൊ നാട്ടിലായിട്ട് 10 വർഷമായി. ഇതാണ് ഇവിടുത്തെ പ്രശസ്തമായ ബീഫ് ഫ്രൈ. ഈ ബീഫ് ഫ്രൈയും പൊറോട്ടയും കഴിക്കാനായിട്ടാണ് ആളുകൾ വൈകിട്ട് ഇവിടെ തിരക്ക് കൂടുന്നതെന്നാണ് പറഞ്ഞു. നല്ല തിരക്കുണ്ടാവുന്ന വൈകിട്ട് പറഞ്ഞു. പക്ഷേ ഞാൻ വന്ന സമയത്ത് അത്രയൊന്നുമില്ല. ഒരു വൈകിട്ടൊരു സൂര്യനസ്തമിച്ച ശേഷം എന്ന് പറയില്ല, ആ സമയത്തായിരിക്കും തിരക്ക് കൂടുതൽ. അപ്പോൾ തിരക്കുള്ളതിന് മുന്നേ വന്ന് നമ്മൾ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് നോക്കാൻ. ഈ ബീഫ് ഫ്രൈ ആണ്. ഇവരുടെ ബീഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ രാവിലെ പ്രിപ്പയർ ചെയ്ത് വെച്ച ബീഫ് ഫ്രൈ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഒരു നിശ്ചിത പോർഷൻ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അത് ഇളക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ തീയിലങ്ങനെ വെച്ച് കുറച്ച് പൊടി മസാലകളൊക്കെ വീണ്ടും ചേർത്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി ചെറിയ തീയിലങ്ങനെ വെക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചൂടുണ്ടാവും. ഈ കാണുന്ന ബ്ലാക്ക് കളറിൽ കാണുന്നത് കണ്ടോ, അത് അതുപോലെ ആദ്യം വെച്ചതിൻ്റെ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓവർ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചാണ്. അപ്പോൾ അങ്ങനെ ചട്ടിയിൽ ഇരിക്കുന്തോറും അതിൻ്റെ നിറം ഇങ്ങനെ ബ്ലാക്കായി വരും. പിന്നെ ഇവിടുത്തെ മറ്റു വെറൈറ്റി ബീഫ് ചില്ലി ഗ്രേവിയാണ്. അതുപോലെ തന്നെ ചിക്കൻ ചില്ലി ഗ്രേവിയുണ്ട്. ഉപ്പാന്റെ സ്പെഷ്യൽ പൊടികൾ മാത്രം. സ്പെഷ്യൽ പൊടികളും അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒന്ന് ഇട്ടിട്ട് ഈ ചട്ടി ചട്ടിയിൽ കുറച്ച് നേരം ചട്ടി തന്നെ. പിന്നെ ഉപ്പാന്റെ സമയത്ത് തുടങ്ങിയാണ് പറഞ്ഞു വിടാം അല്ലേ? അത്ര. എത്ര വർഷമായി? 28 വർഷം കഴിഞ്ഞു. രാവിലെ എത്ര മണിക്ക് പൊറോട്ടയും ബീഫും റെഡിയാവും? 6 മണി 6:30 7 മണിയാകുമ്പോൾ പൊറോട്ട റെഡി. ബീഫ് ഏകദേശം ഒരു 9:30 10 മണിയാകുമ്പോൾ. മാവിൽ എന്തൊക്കെയാണ് വേറെ ചേർക്കാറ്? മുട്ട ചേർക്കാറുണ്ട്. മുട്ട പിന്നെ മുട്ടയും ഉപ്പും തന്നെയാണ് ചേർക്കാറ്. മുട്ട ഉപ്പും പഞ്ചസാര ചേർക്കോ? പഞ്ചസാര ഇപ്പൊ ചേർക്കുന്നില്ല, ചൂടായില്ല. അല്ല, ശരിക്കും എന്തിനാണ് പഞ്ചസാര ചേർക്കുന്നത്? പഞ്ചസാര ചേർക്കുന്നത് പല രീതിയിലും പഞ്ചസാര ചേർക്കുന്ന ആൾക്കാര്. ചിലത് പഞ്ചസാരയും ഉപ്പും കൂടെ ഇടുമ്പോ പൊറോട്ടയ്ക്ക് ഒരു ടേസ്റ്റിനൊരു നല്ല ഇത് വരും. പിന്നെ രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വേഗം അടിക്കാനും വേണ്ടിയിട്ട് ചെയ്യും. വേഗം ഇങ്ങോട്ട് റെഡിയായി കിട്ടാനും വേണ്ടി ചെയ്യും. പിന്നെ ചിലർ നെയ്യ് ചേർക്കും, ചിലർ പാല് ചേർക്കും. പലരും പല മോഡലിലുണ്ട്. ഇവിടെ നമ്മൾ മുട്ടയും ഉപ്പും. അപ്പൊ ഇതാണ് ഇബ്രാഹിം ഖാൻ. സത്യം പറഞ്ഞ മാസ്ക് ഇട്ടായിരുന്നു ആരും മുഖം അറിയണില്ല. ഇനി മാസ്ക് ഇട്ടു. പൊറോട്ട നന്നാക്കി കൊടുത്താൽ നല്ല ആളുകൾ വരും ഇവിടെ. ഞങ്ങൾക്ക് ഇവിടെ നല്ല തിരക്കാണ്. ഞങ്ങൾക്ക് ഇവിടെ പൊറോട്ടയും ബീഫുമാണ് മെയിൻ കച്ചവടം ഞങ്ങളത്. അപ്പൊ അതെ, പൊറോട്ടയും ബീഫൊക്കെ കഴിച്ച് അവിടെ ഉണ്ടാക്കുന്നത് കണ്ടു വന്നപ്പോൾ ഇവിടെ ആളെന്ന് പറഞ്ഞേക്കും. നസറുദ്ദീൻ ഇവിടുത്തെ സ്ഥിരം ആളാണോ? അപ്പം വല്ലപ്പോഴും വരാറ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പൊറോട്ടയും ബീഫും? അടിപൊളിയാ. നിങ്ങൾക്ക് ബീഫ് ഫ്രൈ ആണോ ഇഷ്ടം? ഈ ബീഫ് ചില്ലി ഗ്രേവിയാണോ? ചില്ലി ഗ്രേവിയുടെ ആളാണ്. അപ്പോൾ നമുക്ക് ഏതാണ് പറ്റിയെന്നുള്ളത് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം.
കൂടുതൽ ആളുകളുടെ ഫേവറേറ്റ് ബീഫ് ഫ്രൈ ആണെന്നാണ് ഇക്ക പറയുന്നത്. അപ്പം നമുക്ക് ഏതായാലും കഴിച്ച് നോക്കാം. ഇതാ ഇത് ഇവരുടെ ബീഫ് ചില്ലി ഗ്രേവി. ഇതിന് വരുന്നത് 90 രൂപ. ഇത് ബീഫ് ഫ്രൈ, ഇതിനും 90 രൂപ. പിന്നെ ഇത് കണ്ടോ, ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും ബീഫ് ഫ്രൈ തന്നെയാണ്. അപ്പോൾ ഇതാണ് രാവിലെ ഇരുന്നതിൻ്റെ കുറച്ച് ബാക്കി വന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ വന്നതിന് ശേഷം ചട്ടിയിലിട്ട ബീഫാണ്. അപ്പോൾ രണ്ടും ഡാർക്കാണ്, ഇത് കുറച്ചുകൂടെ ഡാർക്ക്. പൊറോട്ടയുടെ കൂടെ ഈ ബീഫ് ഫ്രൈ അങ്ങ് തട്ടിയിടാം. ഓ, ഇതിൻ്റെ ഈ കളറ് കണ്ട എന്താണ് അതിൻ്റെ ഒരു ബീഫിന് കുറച്ച് മസിലുള്ള പോലെ തോന്നുന്നുണ്ട് തൊടുമ്പോൾ. കണ്ടോ, കുറച്ച് ബലം നിൽക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ തൊടുമ്പോഴുള്ള ബലമില്ലേ, അത് കടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ബലം. അത് കുരുമുളകിൻ്റെ സ്പൈസിനെസ് വരുന്നുണ്ട്. പൊറോട്ട നല്ല പൊറോട്ട ഇട്ടൊക്കെ ഉണ്ടോ. ഞാൻ പറഞ്ഞല്ലേ, റോസാപ്പൂവിൻ്റെ ഇതളുകൾ പോലെ ഇതെല്ലാം അടർത്തിയെടുക്കാൻ പറ്റുന്ന പൊറോട്ട. ഇബ്രാഹിംക പൊറോട്ടയുടെ കാര്യത്തിലൊരു ഉസ്താദ് തന്നെയാണ്. സംഭവം ഒരുപാട് പേര് വന്ന് കഴിക്കുന്ന നല്ല തിരക്കുള്ള കട തന്നെയാണ്. ഈ വീഡിയോ എടുത്ത് പോയതിന് ശേഷം അവർ തൊട്ട് മുന്നത്തെ കാജ ബിരിയാണിയുടെ വീഡിയോ ഇട്ടപ്പോൾ പലരും എനിക്ക് പിന്നെയും മെസ്സേജ് അയച്ചത് ഇവിടെ അങ്ങനെ ഒരു കടയുണ്ട്, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞാണത്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഉടനെ വരുന്നു. പക്ഷേ എനിക്ക് ബീഫ് കുറച്ച് ഹാർഡായിട്ട് തോന്നി. അത് മാത്രമേ എനിക്കൊരു പ്രശ്നമായി തോന്നുള്ളൂ. പക്ഷേ അതിൻ്റെ മസാല വൈസ് നോക്കുമ്പോൾ സംഭവം അടിപൊളിയാണ്. പൊറോട്ടൻ്റെ കൂടെ ചേർന്നപ്പോൾ വേറെ ലെവലായി മക്കളെ. ആ മസാലയുടെ ആ നിറവും ആ നെയ്യൊക്കെ ചേർന്നിട്ട് പൊറോട്ടയെ ആകെ അങ്ങോട്ട് ഒരു ഗോൾഡൻ കളറാക്കിയിരുന്നു. ഒരു അയ്യോ, അത് കഴിച്ചപ്പോൾ ഒരു അന്യായ ഫീല്. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. ബീഫിൻ്റെ മീറ്റിന് കുറച്ച് ബലം ഉണ്ടെന്ന് പറഞ്ഞത്, അത് ഞാൻ എൻ്റെ കൂടെ എൻ്റെ അവിടെ സ്ഥിരം കഴിക്കുന്ന സുഹൃത്തുണ്ടായിരുന്നു. അവരോട് വെച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ വരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവരും പറഞ്ഞു ഇന്നത്തെ ദിവസത്തെ പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ പരിഹരിക്കുമായിരിക്കും, അതൊക്കെ ഒരു ദിവസത്തെ പ്രശ്നമായിരിക്കും. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ബീഫ് ചില്ലി ഗ്രേവി കഴിച്ച് നോക്കാം. ചില്ലി ഗ്രേവി നോക്കുകയാണെങ്കിൽ ബീഫ് ഫ്രൈയുടെ പോലെ മീറ്റ് അത്ര ഹാർഡല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് തന്നെയാണ്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്ത ബീഫല്ല, ഇത് വേവിച്ച് വെച്ചതിന് നീളം കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം മസാലയൊക്കെ മിക്സ് ചെയ്ത് വരുന്നതാണ്. സംഭവം എന്തായാലും അടിപൊളിയാണ്. അത് പൊറോട്ടയുടെ കൂടെ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ബീഫ് ഫ്രൈയേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബീഫ് ചില്ലി ഗ്രേവി ആണെന്ന് പറയാം. ഒരു സെമി ചൈനീസ് ഡിഷ് എന്ന് പറയാം. നാടനല്ല എന്തായാലും. ഒരു സോസിൻ്റെ ഇവിടെ നിന്നൊക്കെ ഒരു ടേസ്റ്റ്, സോസ് തന്നെ ആവണമെന്നില്ല, അത് തക്കാളിയുടെ ടേസ്റ്റ് ആണെങ്കിലും അങ്ങനെ വരും. ടൊമാറ്റോ സോസ് തന്നെ. അപ്പോൾ ഒരു ചൈനീസ് ടച്ചുള്ളൊരു ഡിഷ്. ഒരു ചൈനീസ് ടച്ചുള്ള ഡിഷ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്വീറ്റ്നെസ് പ്രതീക്ഷിക്കരുത്. ഒരു സ്വീറ്റ്നെസ് അല്ല, സാധാരണ മസാലയുടെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ചെറുതായിട്ടൊരു ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത്. സ്പൈസി ഒന്നല്ല, കളർ തന്നെ ഉള്ളൂ. പക്ഷേ ബീഫ് ഫ്രൈ കുറച്ച് സ്പൈസിയാണ്. അതിൻ്റെ കുരുമുളകൊക്കെ ഇട്ടത്. പൊറോട്ട എന്താ ഇപ്പോൾ കുറച്ച് ബലം വെച്ച പോലെ പൊട്ട് പൊറോട്ട. അപ്പോൾ നമ്മുടെ പൊറോട്ടയും ബീഫും കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി വരാറില്ലേ? ഒരുപാട് പേര് കൊതിപ്പിക്കാണ്ട് കമൻറ്റ് ഇടും. നാടൻ കടയിൽ നിന്ന് റെസിപ്പി എടുക്കാൻ ഞാൻ പറയുന്നത്, ചിലയിടത്ത് പറ്റുന്നവരൊക്കെ റെസിപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എത്ര എടുത്താലും നമുക്ക് വീട്ടിലെ പോലെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നാടൻ പൊറോട്ടയുടെയും ബീഫ് റോസ്റ്റിൻ്റെയും വീഡിയോ നമ്മുടെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് വീഡിയോ ചെയ്തിട്ട്, അതും യു കെ മലയാളികളാണ്. അവർ വീഡിയോ ചെയ്തിട്ട് റെസിപ്പി ചെയ്യുന്ന ചാനലാണ്, നല്ല ക്വാളിറ്റിയിൽ ചെയ്യും. അപ്പോൾ വീഡിയോ ചെയ്ത് യൂട്യൂബിലിട്ട് എനിക്ക് അയച്ചു തന്നു. നമ്മുടെ പൊറോട്ട സീരീസ് കണ്ടിട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അവർക്കൊക്കെ ഒരു ഗൃഹാതുരത്വം, ഒരു നാടിനോടൊരു ഓർമ്മ വന്നതല്ലേ. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണണം, കണ്ടു നോക്കുക. നല്ല അടിപൊളിയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷൻ എടുക്കാം. ദ ടേസ്റ്റ് ബഡ്സ് എന്ന ചാനലിൻ്റെ പേര്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പൊറോട്ടടി കണ്ടിന്യൂ ചെയ്യാം. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാണ്. ഞാൻ പലരും അയച്ചു, പലരും പല പേരായിരിക്കും. ഒരാൾ പറയും ബഷീർ ഖാൻ്റെ കട എന്ന് പറയും, ഒരാൾ പറയും ഗ്രീൻ സിറ്റി എന്ന് പറയും, ഒരാൾ പറയും ആശുപത്രിപ്പടി നല്ല കട എന്ന് പറയും. ഇതൊക്കെ ഒന്നാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഇതുവഴി വരുന്നത് ട്രൈ നോക്കുക. അപ്പോൾ ഈ പൊറോട്ട ബീഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ശേഖരിക്കുക. കാരണം താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കണ്ട. വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതിലേക്കും ഇത് കുടിക്കുമ്പോൾ ഇളക്കി കുടിക്കണം. പരിപാടി